ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാത്തിനും ഒരു തീരുമാനമായി. നമ്മൾ നമ്മളെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം തന്നെ ആയിരുന്നു സത്യം, എല്ലാം കറക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ, അതായത് ലൈക്ക് എന്തുകൊണ്ട് ഇരുന്ന് പിന്തിരിഞ്ഞു എന്നുള്ള റീസൺ നമുക്കറിയില്ല. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ഒരു ഇപ്പോഴത്തെ നില. വിടാമുയർച്ചയും കൂടി പരാജയപ്പെട്ടപ്പം എന്തും സംഭവിച്ചു കാണാം. സോ അതൊന്നും നമ്മളിപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആഘോഷിക്കാൻ വേണ്ട ഒരു എനിക്ക് ഭയങ്കര ഒരു ഉത്സവത്തിന്റെ പ്രതീതി. പല ന്യൂസുകൾ കാണുമ്പോഴൊക്കെ മാർച്ച് 27 സത്യത്തിൽ ഒരു ഉത്സവം കേരളത്തില് ലോകമെമ്പാടും ഒരു ഉത്സവം നടക്കാൻ പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ സത്യത്തില് ഈ സിനിമയ്ക്ക് ഉള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസിൽ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഓൾറെഡി ഈവനിങ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗോകുലം മൂവീസിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, അതായത് ഇത് തിയേറ്ററിലേക്ക് എത്താണ് 27 പറഞ്ഞിട്ട്. അപ്പം ഗോകുലം ഗോപാലന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും 27 തന്നെ എത്തിക്കാൻ ട്രൈ ചെയ്യുന്നു, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അന്ന് അങ്ങനത്തെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹം ഗോകുലം ഗോപാലന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമുക്ക് 27 സിനിമ തിയേറ്ററിൽ റിലീസ് ആവും എന്ന് ഉറപ്പായി നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴും ലൈക്കയ്ക്ക് എമ്പുരാനായിട്ടുള്ള ഒരു ബന്ധം എന്താണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പോസ്റ്റിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്കയുടെ ലോഗോ അതിൽ വെച്ചിട്ടുണ്ട്. ബട്ട് യൂഷ്വലി മുന്നേ ഓരോ പോസ്റ്റ് ഇറങ്ങുമ്പോഴും ലൈക്കയെ ടാഗ് ചെയ്യാറുണ്ട്. അത് ഞാൻ കുറച്ച് കീനായിട്ട് വാച്ച് ചെയ്തപ്പോൾ കുറച്ച് നോട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യണേ. സോ ലോഗോ സ്റ്റിൽ ആ പോസ്റ്റിൽ മുകളിൽ കാണാം. ലൈക്കിന്റെ ഒരു അക്കൗണ്ടിലും ഇൻസ്റ്റഗ്രാമിലൊന്നും ടാഗ് ചെയ്തിട്ടില്ല. സോ അതായത് നമുക്ക് അവരുടെ നമുക്കിപ്പോഴും ക്ലിയർ ആയിട്ടുള്ള ആ ലീഗലോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പരമായ ബന്ധങ്ങളും ആ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് ഇപ്പൊ ഇതിൽ കാണുന്നത്. എന്തായാലും ലൈക്കും പിന്മാറി ലൈക്ക ചോദിച്ച പണം ഗോകുലം മൂവീസ് കൊടുക്കുകയും ആന്റണി പെരുമ്പാവൂർ നമ്മൾ ഇവിടെ പ്രശംസിച്ചേ പറ്റുള്ളൂ കേട്ടോ. അദ്ദേഹത്തിന്റെ ഭയങ്കരമായ ഒരു പ്രയത്നം ഈ സിനിമയ്ക്ക്. ഈ സിനിമ 27 തന്നെ തിയേറ്ററിൽ ഇറക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു എന്താ പറയാ റിസൾട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ ഇന്നലെ രാത്രി ഞാൻ ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹൈ മൊമെന്റിൽ നിൽക്കുന്ന എമ്പുരാൻ മൂവിനെയാണ് ആക്ച്വലി ഡെവിള് വന്ന് നശിപ്പിച്ചത്, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ട്രൈ ചെയ്തത് എന്ന് ആണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചതും ആ പോസ്റ്ററിലൂടെ. സോ എന്താ പറയാ, കാരണം ചിന്തിക്കുമ്പോൾ ഭയങ്കര ഉള്ളിലൊരു ചെറിയൊരു എന്താ പറയാ, കാരണം ഈ ഇത്ര ഹൈപ്പിൽ വന്ന ഇങ്ങനെ വന്ന ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ആ ഒരു കോട്ട് കറക്റ്റ് ആണ്. ആ ഒരു കോട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ലൈഫിൽ വിശ്വസിക്കുന്ന ഒരു കോട്ടാണ് അത്. സോ അത് ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയായി. കാരണം മലയാളത്തിൽ നമ്മൾ ഇന്നേ വരെ ഇത്ര ഒരു ആഗ്രഹത്തിന് ഹൈപ്പും കൊടുത്ത് വെയിറ്റ് ചെയ്ത ഒരു സിനിമ ഇല്ല. സോ അതിനൊരു ചെറിയ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഒരു ഈവിളായി പോലെ ജസ്റ്റ് ഒരു സംതിങ് ഹാപ്പൻ. എന്തായാലും എല്ലാം സോർട്ടഡ് ആയി. 27 തന്നെ സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും. ഇപ്പൊ അതിൽ കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് കൂടി പോലെ. അതുപോലെ തന്നെ ഇവിടെ ഒരു കമന്റ് വായിച്ചു, ഒരു ചില്ലി കാശ് പോലും മുടക്കാതെ ഇത്രയേറെ പ്രൊമോഷൻ കിട്ടിയ ഒരു സിനിമ വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യമാണ്. കാരണം നമ്മൾ വല്ലാതെ എടുത്തുകൊണ്ട് ആഘോഷിച്ചു. അതൊക്കെ ആ സിനിമയോടുള്ള കാത്തിരിപ്പ്, മോഹൻലാൽ എന്ന ഫാക്ടർ, അതാണ് അത് കാര്യം. കാരണം വേറെ ആരൊക്കെ വന്ന് എന്തൊക്കെ കൂകി വിളിച്ചാലും, മെഗാസ്റ്റാറിന്റെ ഫാൻസ് വന്ന് എന്ത് പറഞ്ഞാലും, ആ എൽ ബ്രാൻഡ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒറ്റ ആളുള്ളൂ. ഇനി എത്ര സിനിമ കിട്ടിയാലും 500 സിനിമകൾ പരാജയപ്പെട്ടാലും അങ്ങേര് ചെയ്ത് വെച്ച് ഒരു ആയുസിനുള്ളത് മൂപ്പര് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നേ. സോ അതൊന്നും ഇവിടെ എവിടെയും എന്താ പറയാ വില പോകുന്ന കാര്യമില്ല. ഒരു തിരിച്ചുവരവ് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് വന്ന് നിന്നാ മതി, നല്ലൊരു സിനിമ കൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇമ്പുരാൻ എന്ന് പറഞ്ഞാല് അത്രയും വലിയ സിനിമയാണ്. മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ ദിശ ഒന്ന് മാറ്റാൻ കെൽപ്പുള്ള സിനിമയാണ്. സോ അതൊക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഇബ്രാൻ ട്രെയിലറാണ്. ട്രെയിലർ ലോഞ്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് എന്താ വെച്ചാല്, ഈ മാർച്ച്, അതായത് ഒരു 19, 20, 21 ആ തീയതികൾക്കുള്ളിൽ മുംബൈയിൽ വെച്ചിട്ടാണ് ട്രെയിലർ ലോഞ്ചും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളും നമ്മളെ മലയാളത്തിലെ പ്രൊമോഷനും എല്ലാം പ്ലാനിങ്ങിലാണ്. ഇനിയിപ്പം എല്ലാം സ്പീഡായിട്ട് നടക്കും. ഓൾറെഡി ഗോകുലം മൂവീസ് ഇന്നായി, ഇനി എല്ലാം സ്പീഡായിട്ട് നടക്കും. കുറച്ച് ദിവസമേ ഉള്ളൂ സിനിമ ഇറങ്ങാൻ, 12 ദിവസമേ ഉള്ളൂ. സോ എല്ലാം നമുക്ക് ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ് ആയിട്ട് വരും. ട്രെയിലർ ലോഞ്ച് ഇവന്റും ട്രെയിലറും കാണാൻ ഇനി അടുത്ത് വെയിറ്റിംഗ്. നമ്മൾ എന്താ പറയാ, അപ്പം എന്തോ ബിസിനസ് പരമായ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഉണ്ടായി. ആരും കുറ്റമായിരിക്കില്ല. ലൈക്ക ഇതിലേക്ക് വന്ന് വലിയൊരു അത്ഭുതവും ഒരു പ്ലസ്സും ആയിരുന്നു. എന്നാൽ അത് തന്നെ ഒരു തിരിച്ചടിയായി. അവർ പറയാൻ പറ്റില്ല, അവർക്ക് ലൈക്കയ്ക്ക് വന്ന ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ ഡൗൺഫാള് മേ ബി. സോ അവരെ കൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു
ക്യാഷ് തിരിച്ചു വാങ്ങിയിട്ടുള്ള ഒരു പിന്മാറ്റത്തിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിതരാക്കിയതായിരിക്കാം. എന്നാൽ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ അറിയില്ല. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവിൽ ആയി ഈ സിനിമയ്ക്ക് കിട്ടി. അത്ര വലിയ ഹൈപ്പിൽ നിന്നിട്ട് ചെറുങ്ങനെ പിടിച്ചു ഉലച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിലൊരു മാറ്റവും ഇല്ല. അത് നല്ലതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോട്ടാണ്. സോ അങ്ങനെ ഒരു വിള ഉണ്ടായിരുന്നു. ആ വിള എമ്പുരാനെ ഓൾറെഡി ബാധിച്ചു. ജസ്റ്റ് ഒന്ന് പിടിച്ച് ഒലച്ചിട്ടുണ്ട് സിനിമേനെ. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം സ്റ്റഡി ആയി, എല്ലാം സോർട്ടഡ് ആയി. ഇനി 27th ഞാൻ പറയുന്ന വേർഡ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അതില്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു 10 ഇരട്ടി മുകളിലായിട്ട് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എമ്പുരാൻ മാറാൻ പോവാണ്. ഞാനിങ്ങനെ വീട്ടിലൊന്ന് പറഞ്ഞ കാര്യങ്ങൾ തെറ്റിയിട്ടില്ല. ഇതും തെറ്റില്ല എന്ന് ഉറപ്പുണ്ട്. സോ അടുത്ത അപ്ഡേറ്റ് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് കൂടുതലായിട്ട്. ഒരു ഒരു വീഡിയോ ഈ സിനിമയെ കുറിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉടനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ എമ്പുരാൻ മലയാള സിനിമയ്ക്കും ലാലേട്ടനും എന്താണ് നൽകാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടൈറ്റിൽ വരുന്ന ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് ഉടനെ ചെയ്യുന്നതാണ്. അതിൽ കൂടുതലായിട്ട് സംസാരിക്കാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.